നമസ്കാരം സാർ. വന്ദേ മാതരം. വന്ദേ മാതരം പ്രശ്നം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സാറ്, നമ്മുടെ FCRA ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട്, അതിൻ്റെ ഒരു ഭേദഗതി ബില്ലിപ്പോൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഭരണപക്ഷം കൊണ്ടുവരുന്ന ബില്ലുകളിൽ പ്രതിപക്ഷ എതിർപ്പ് ഉയർത്തുക സ്വാഭാവികമാണ്. അതിൻ്റേതായ കാര്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ നടക്കും. പക്ഷേ ഈ ബില്ലിന്മേൽ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ സർക്കാർ ഇങ്ങനെ ഒന്ന് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ വലിയ എതിർപ്പുമായിട്ട് അമേരിക്കയാണ് രംഗത്ത് വന്നത്. അമേരിക്കൻ പാർലമെൻറ്റിലെ മെമ്പർമാർ, അവിടുത്തെ സെനറ്റ് അംഗങ്ങൾ, അവിടുത്തെ കോൺഗ്രസ് അംഗങ്ങൾ, ഇവരെല്ലാം വളരെ ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വരികയും ഒരു കോൺഗ്രസ് അംഗം ഇതിനെതിരെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് വലിയ എതിർപ്പുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്തുകൊണ്ടാണ് സാർ ഇന്ത്യയിൽ ഇങ്ങനൊരു നിയമം വരുമ്പോൾ അമേരിക്കയിലെ ജനപ്രതിനിധികൾ ഇത്ര ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നത്? അമേരിക്കയിൽ ഈ വിദേശ നിക്ഷേപം വരുന്നതിനെ നിയന്ത്രിക്കാനൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അങ്ങനൊരു നിയമം കൊണ്ടുവരുമ്പോൾ ഈ അമേരിക്കക്കാർ ഇത്രയും ശക്തമായ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നതിൻ്റെ കാരണം എന്താണ്? പ്രശാന്ത്, അതിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഹിസ്റ്ററി കൂടെ പറയണം. അതായത് USA ലോകത്തിലെ ഏറ്റവും ബിഗസ്റ്റ് എക്കോണമിയാണ്, മോസ്റ്റ് പവർഫുൾ നേഷനാണ്. അതെല്ലാം ശരിയാണ്. അപ്പോൾ അവർ ലോക പോലീസാണ്. അതുകൊണ്ടാണല്ലോ അവർക്ക് 800-ൽ കൂടുതൽ ബേസസ് ഉണ്ട്, ലോകത്തെ മിലിറ്ററി ബേസസ്. 800 കൂടുതൽ മിലിറ്ററി ബേസസ് ഉണ്ട്. അപ്പോൾ ലോകം കൺട്രോൾ ചെയ്യണ അവരങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യക്കകത്ത് ബേസൊന്നുമില്ല. നമ്മൾ ആദ്യം തൊട്ടേ, അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ പറയാം, ആദ്യം തൊട്ടേ USA ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയുണ്ട്. പിന്നെ അന്ന് സോവിയറ്റ് റഷ്യ, USSR നമ്മുടെ അഡ്വൈസർ ആയതുകൊണ്ടും അവരത് കറക്റ്റായിട്ടൊക്കെ വാൺ ചെയ്തു. അതുകൊണ്ട് നമ്മൾ വി കെപ്റ്റ് എ സേഫ് ഡിസ്റ്റൻസ് ഫ്രം USA. അതുകൊണ്ട് ഇവിടെ എങ്ങും ഒന്നും ഉണ്ടായില്ല. അവരുടെ ഈ പിത്തലാട്ടം പക്ഷെ നടക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അവരുടെ പിത്തലാട്ടം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ വളഞ്ഞ വഴി കൂടെ ഗുണ്ടകളെ വെച്ചിട്ടുള്ള പരിപാടികൾ ഉണ്ട്. അപ്പോൾ കൊട്ടേഷൻ കൊടുത്ത് ചെയ്യും. പക്ഷേ ഇത് USA വലിയ കൺസേൺ ആണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിന്നെ അവർക്ക് ഈ ചൈനയെക്കാളും ആക്ച്വലി പേടി ഇന്ത്യയാണ്, ഭാരതത്തെയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നാച്ചുറൽ, നമുക്ക് ഓയിലുണ്ട്, പക്ഷെ അത് എക്സ്പ്ലോർ ചെയ്ത് എടുത്തിട്ടില്ല. എല്ലാ നാച്ചുറൽ റിസോഴ്സസും ഇവിടെ ഉണ്ട്. പിന്നെ അതുകൊണ്ടാണല്ലോ ഈ സ്വാമി വിവേകാനന്ദ സ്വാമി രാമ എന്ന് പറഞ്ഞാൽ 2 സ്വാമി രാമയുണ്ട്. ഈ അടുത്ത 20th സെഞ്ച്വറി ജീവിച്ചിരുന്ന ആളല്ല ഞാൻ പറയുന്നത്. പാകിസ്ഥാനിലെ മാത്സ് പ്രൊഫസർ എന്നൊരു സ്വാമി രാമയുണ്ട്. അദ്ദേഹം ജലസമാധി എടുത്തു. അദ്ദേഹം ആണ് വിവേകാനന്ദൻ്റെ ഗുരുവായിരുന്നു. വിവേകാനന്ദൻ പോകുന്നതിന് മുമ്പേ നമ്മുടെ സ്വാമി രാമ ജപ്പാനിലും മറ്റുള്ള ചൈനയിലൊക്കെ പോയി. അന്ന് സ്വാമി രാമ 1910 മുമ്പോ മറ്റോ, അദ്ദേഹം സമാധിക്ക് തൊട്ട് മുമ്പ് 32 വയസ്സിലോ 35 വയസ്സിലാണ് ജലസമാധി എടുത്തത്. അദ്ദേഹം അന്നേ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെയും ചൈനയുടെയും കാലമാണ് വരാൻ പോകുന്നത്. അന്നെല്ലാവരും ചിരിച്ചു. എന്താണെന്ന് ഇവർക്കൊക്കെ ഇൻഡ്യൂഷനുള്ള ആളുകളാണ്. അപ്പം അത് ശരിവെക്കുന്ന രീതിയിൽ പിന്നെ വേറെ ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഈ അവിടെയൊക്കെ ആശ്രമം സ്ഥാപിച്ചൊക്കെ രജനീഷ് എല്ലാവർക്കും അറിയാവുന്ന. അപ്പം രജനീഷ്, അവരൊക്കെ പല രീതിയിൽ പല ഘട്ടത്തിൽ ഇന്ത്യയുടെ വളർച്ച ഒരു പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട് അന്നേ. അപ്പോൾ ഈ USA എന്ന് പറയുമ്പോൾ USA ജനങ്ങളല്ല, അത് നമ്മളെപ്പോഴും പറയും. ഞാൻ എല്ലാ എപ്പിസോഡും പാകിസ്ഥാനിലെ ജനങ്ങളല്ല നമ്മുടെ പ്രശ്നം, ചൈനയിലെ ജനങ്ങളല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ USA ജനങ്ങളല്ല പ്രശ്നം. ചൈനീസ് ഇടപെടാനൊക്കെ നല്ല രസമാണ്, അവർ വലിയ കുഴപ്പമുള്ളവരൊന്നുമില്ല. ഈവൻ പാകിസ്ഥാനികളും അവർക്ക് ഭയങ്കര സ്നേഹമാണ്, നോർത്ത് ഇന്ത്യൻസ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഈ ISI മറ്റവൻ മറിച്ചവൻ അതെല്ലാം ഈ പട്ടാളത്തിൻ്റെ ഒരു ഭാഗമാണ്, ഡീപ് സ്റ്റേറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ അമേരിക്കയിലെ ഉള്ള ആളുകൾ നമ്മളുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ്. എത്രയോ ലക്ഷക്കണക്കിന്, എനിക്ക് തോന്നുന്നു 45 lakhs
ഇന്ത്യക്കാരവിടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് മാത്രം എടുത്തവിടെ കഴിയുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ വളരെ മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ അങ്ങോട്ട് പോവില്ലല്ലോ നമ്മുടെ ആളുകളായി. നമ്മുടെ ആളുകളെല്ലാം ഇവിടെ പോകത്തുന്നത്, ചൈനയിൽ പോകത്തുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ പോയാൽ ശരിയാവില്ല. ഈവൻ റഷ്യയിൽ പോലും അവർ ഈ USA പോലെ അത്ര എക്സ്പോസ്ഡ് അല്ല. ഇപ്പം എക്സ്പോസ്ഡായി വരുന്നതേ ഉള്ളൂ. അവർ തുറക്കില്ല അവരുടെ കാര്യങ്ങളൊക്കെ. പക്ഷെ USA അതൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻസ്പൈറ്റ് ഓഫ് ഓൾ ദിസ് USA ഡീപ് സ്റ്റേറ്റ്, പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ പെൻറ്റഗൺ, CIA, പിന്നെ ഞാൻ പറയും ബ്രിട്ടീഷ് MI6, അവരാണ് ഇതിൻ്റെ എല്ലാം നമ്മുടെ ഇന്ത്യയുടെ ശാപത്തിനെല്ലാം ബീജാവാപം ഇട്ടത് അവരാണ്. MI6 ആണ്. ഇപ്പം പല്ലും നഖമൊക്കെ പോയി. എന്നാലും സടകൊഴിഞ്ഞ സിംഹമാണ്. അപ്പൊ അവരവിടെ മാറി നിന്ന് ഇവരുമായിട്ടൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ്മെന്റ് CA ആയിട്ടൊക്കെയാണ്. അപ്പൊ ഈ പ്രസിഡന്റുമാര് വരും പോവും. ഇപ്പം ഈ ഇദ്ദേഹം നമ്മുടെ ട്രംപ് കഴിഞ്ഞ പ്രാവശ്യം വരുന്നതിന് മുമ്പേ മോഡിജി അവിടെ പോവുകയും ഹൗഡി മോഡി ഒക്കെ ഭയങ്കര പബ്ലിസിറ്റി ആയിരുന്നല്ലോ ഇങ്ങനെ ജയിക്കാൻ വേണ്ടി. അന്ന് അങ്ങനെ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പം രണ്ടാമത് വന്നപ്പോഴാണ് ആകെ കുഴപ്പമാക്കിയത്. അതിന് ഡെഫിനറ്റ് റീസൺസ് ഉണ്ട്. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അല്ലാതെ ഇന്ത്യയോട് വിരോധമുള്ളതുകൊണ്ടല്ല. എനിക്ക് ഈ ബിസിനസ്സിൽ എന്ത് കിട്ടും, എനിക്ക് കിട്ടുന്ന ലാഭം, അതാണ് അദ്ദേഹത്തിൻ്റെ ചിന്ത. അതൊരു ബിസിനസ്മാൻ്റെ ഒരു ചിന്തയാണ്. അപ്പം ഈ പെൻറ്റഗൺ പണ്ടേ നമുക്ക് അഗൻസ്റ്റാണ്, പിന്നെ CIA നമുക്ക് അഗൻസ്റ്റാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ഇപ്രാവശ്യം ട്രംപും മാത്രമല്ല പാകിസ്ഥാൻ നന്നായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അല്ലല്ല, ഹോംവർക്ക്, ചെവി കടിക്കണമല്ല, അവർ ഡെമോക്രാറ്റ്സിൻ്റെ ആളുകളാണ് ഈ പാകിസ്ഥാനിൽ കൂടുതലും. ഡെമോക്രാറ്റ്സ്, കോൺഗ്രസ്മെനും, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കോൺഗ്രസ്മെനും സെനറ്റേഴ്സും, അവർ പ്രോ പാകിസ്ഥാനി ഡെമോക്രാറ്റ്സിലാണ് അവർ കൂടുതലും, റിപ്പബ്ലിക്കൻസ് അല്ല. പക്ഷെ അതവർ ഹോംവർക്ക് ചെയ്തെന്ന് പറഞ്ഞ കാര്യം, രണ്ടാമത് വന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇന്ത്യക്ക് അനുകൂലമായിരുന്നു. അപ്പോൾ ഇയാൾ വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ ഖത്തർ ഒരു പ്ലെയിൻ കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അതുകൊണ്ട് ഇങ്ങനെ മറ്റേ കല്ലുണ്ട് മറിച്ചുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഹാപ്പിയായി. അപ്പോൾ എന്താണ് ട്രംപിൻ്റെ ആവശ്യം എന്താണ്, അത് അവർ നിവർത്തിച്ചു, പാകിസ്ഥാൻ നിവർത്തിച്ചു. അവിടെ നമ്മൾ ഉറങ്ങിപ്പോയി, അത് പറയാൻ നിവർത്തിയില്ല. നമ്മുടെ സിന്ദൂർ സമയത്ത് നമ്മുടെ വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി ഫെയിലായതുപോലെ നമ്മൾ വാർ ജയിച്ചു അവന്മാരെ തകർത്തു. പക്ഷെ അത് ഇവിടെ ഇന്ത്യയിൽ നമ്മൾ പറഞ്ഞാൽ മതിയാണ്. നമ്മൾ ഇന്ത്യയിലും പറഞ്ഞില്ല അന്ന് വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി. അതേസമയം പാകിസ്ഥാൻ അവിടെ ചെന്ന് മൊത്തം പറഞ്ഞ ആഴ്ച കിടത്തി റഫേലെല്ലാം പോയി എന്ന് പറഞ്ഞ് അത് ആണ് വിശ്വസിച്ച്. ഇപ്പം കഴിഞ്ഞ ആഴ്ചയിൽ എൻ്റെ അടുത്ത് ഫോൾസ് പ്രൊപ്പഗാൻഡ, അതാണ് വാർ ഇൻഫർമേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞത്. അതിനവർ അഗ്രഗണ്യരായിരുന്നു. ഇപ്പം നമ്മൾ മിടുക്കരാണ്. അത് അവിടെയൊക്കെ നമ്മൾ അങ്ങനെ മിടുക്കരാണെന്ന് അവരെ പറഞ്ഞിട്ട് അങ്ങനെ കാര്യമില്ല. നമ്മളത് അതിൻ്റെ ഡബിൾ വ്യാജ പ്രചരണം നടത്തണം, എന്നാലേ അങ്ങനെയാണ് ഈ ലോകം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഈ ഗീബൽസാണ്, ഹിറ്റ്ലറുടെ ഗീബൽസാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചത്. അത് പിന്നെ ശരിയാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഈ രണ്ടാമത് ട്രംപ് അവരുടെ കക്ഷത്തിൻ്റെ ട്രംപിൻ്റെ തല അവരുടെ കക്ഷത്തിനകത്തായിപ്പോയി. കഴിഞ്ഞ പിന്നെ അയാളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം കൂടെ ചേർന്ന് മറ്റേ ഇതുണ്ടല്ലോ ബിറ്റ് കോയിൻ ട്രേഡ്, മറ്റേ അതല്ല, അതിലൊക്കെ വലിയ ഡീപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് ഈ പാകിസ്ഥാനിൽ. ഞാൻ അതിനെപ്പറ്റി ഒരു കൊല്ലം മുമ്പ് അദ്ദേഹം വന്ന ആ സമയത്ത് ഞാൻ പറഞ്ഞതാണ്. ഞാൻ അതെല്ലാം മറന്നുപോയി. ഈ പാകിസ്ഥാനികളും ഒരു ചൈനക്കാരനും പിന്നെ ഇദ്ദേഹത്തിൻ്റെ സണ്ണിലായും എല്ലാം കൂടെ ചേർന്ന് ഈ ബിറ്റ് കോയിൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഡീപ്പ് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ട്രംപിന് വേണ്ടതെല്ലാം കിട്ടി. അതിന് പകരം ഇന്ത്യ എന്തോ കൊടുത്തു. മാത്രമല്ല ഇന്ത്യയെ വളയ്ക്കാൻ നോക്കിയപ്പം ആക്ച്വലി അങ്ങനെ നോക്കി. കാരണം ചൈനയായിട്ട് അവർക്ക് ബിസിനസ്സിന് താല്പര്യമില്ല. അപ്പോൾ ഇനി അടുത്ത് വളർന്നു വരുന്നത് ഇന്ത്യയാണെന്ന് ട്രംപിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്ത്യ ഇങ്ങനെ ഒരുമാതിരി ശ്വാസം പിടിച്ചിങ്ങനെ ബലം പിടുത്ത ഒന്നിനും വഴങ്ങുന്നില്ല. അവർ റഷ്യയായിട്ട് ഓയിൽ വാങ്ങിക്കും. അവർ ഈ യൂറോപ്യൻ യൂണിയനെ ചീത്ത വിളിച്ചപ്പം നമ്മൾ യൂറോപ്യൻ യൂണിയനെ അവർ ഓടി ഇവിടെ വന്നു കരാർ ഒപ്പിടാൻ. ആ പ്രസിഡന്റ് ലേഡി EUവിൻ്റെ എത്ര പ്രാവശ്യമാണ് ഇവിടെ വന്നത്? 3 പ്രാവശ്യം മറ്റോ വന്നു അടുപ്പിച്ച്. പിന്നെ കരാറ് ഒപ്പിടാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് ഓരോ 27 രാജ്യങ്ങൾ EUവിലുണ്ട്. ആ ഓരോ രാജ്യങ്ങളും അവരുടെ പാർലമെൻറ്റ് അപ്രൂവ് ചെയ്യണം. അല്ലാതെ EU
അപ്രൂവ് ചെയ്താൽ പോരാ. അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഡിജി 2 മാസം യൂറോപ്പിൽ പല രാജ്യങ്ങളിലൊക്കെ പോയത്, സ്ലോവാക്യ പോലുള്ള രാജ്യങ്ങളിൽ പോയത്. അപ്പം അത് വരും. പിന്നെ ട്രംപ് ഇങ്ങനെ UK ചീത്ത വിളിച്ചപ്പം അവർ പ്രതീക്ഷിച്ചില്ല UK ഇന്ത്യയും തമ്മിൽ അടുക്കുമെന്ന്. നമ്മളെ പാര വെച്ചാണല്ലോ UK. പക്ഷെ അത് നമ്മളിപ്പോൾ നോക്കിയിട്ട് അല്ലാതെ നിങ്ങളുടെ അപ്പൂപ്പ എനിക്ക് ദ്രോഹം ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ ആ പക വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, പ്രശാന്തൻ്റെ അപ്പൂപ്പനാണ് എനിക്ക് ഈ പണി ചെയ്തതെന്ന് അത് മനസ്സിലാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളതിന് യു ആർ നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് എനി സച്ച് തിങ്സ് നിങ്ങളുടെ അപ്പൂപ്പൻ ചെയ്തത്. അപ്പം അതേപോലെ MI6 നമ്മൾ UK ആയിട്ട് നമ്മൾ വിഘടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കാരണം UK ഇന്ത്യയുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ തൊട്ടടുത്താണ്, നമ്മുടെ താഴെയാണ്. മറ്റേ പർച്ചേസിങ് പവർ ഇത് നോക്കുമ്പോൾ ഇന്ത്യ 3rd. ഇവർ അല്ലാതെ ഈ ഡീഡോളറൈസേഷനും മറ്റേ ഇതൊക്കെ വന്നപ്പം അവർ സ്വപ്പം മോളിപ്പോയതാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, UK പല്ലുകൊഴിഞ്ഞ സിംഹമൊക്കെ തന്നെ, പക്ഷെ അവർക്ക് ഇന്ത്യയോളം അത്ര $4 ട്രില്യൺ അവർക്കും ഉണ്ട്. പക്ഷെ അത് ഷെയർ ചെയ്യാൻ ജനങ്ങളില്ല, വളരെ കുറച്ച് ജനങ്ങളേ ഉള്ളൂ. UKയുടെ പോപ്പുലേഷൻ വളരെ കുറവല്ലേ, എബൌട്ട് 10 crore മറ്റേ ഉള്ളൂ, ബിലോ 10 crore ഉള്ളൂ. അപ്പോൾ അത് ഷെയർ ചെയ്യാൻ അവർക്ക് UK ആളില്ല. അപ്പം അവർക്കുണ്ടായാൽ ഒരുപാട് പൈസ ഉണ്ട്. അപ്പം നമ്മൾ അവരെ അങ്ങ് തള്ളിക്കളയാൻ പാടില്ല. അപ്പം UK നമ്മൾ വളച്ചു, UK ഒന്ന് കരാറൊപ്പിട്ടു, ഈ ഇന്ത്യയായിട്ട് ട്രേഡ് കരാറൊപ്പിട്ടു. അവരും ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനിലാണ്. കാര്യം കഴിഞ്ഞാൽ ഇൻഡസ്ട്രി ഇല്ല, ബ്ലേഡ് ഇല്ല, മറ്റേ പണ്ടേ ഷമനോക്കളൊക്കെ വേണ്ട അട്ടഹാസമായിരുന്നല്ലോ. UKയുടെ ഒന്നുമില്ല, ഒരു സംഗതി ഇല്ല. ജാഗ്വാർ പ്ലെയിൻ ആരും വാങ്ങിക്കില്ല, റോൾസ് റോയ്സ് പ്ലെയിൻ അത് ആരും വാങ്ങിക്കണില്ല, ഒന്നുമില്ല. അതൊക്കെ ഇന്ത്യക്കാർ ഏറ്റെടുത്ത്. അപ്പം UKയുടെ ഒന്നുമില്ല. അപ്പം UKയ്ക്കും ഇന്ത്യയായിട്ട് ട്രേഡ് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് വരും. അങ്ങനെ ഈ ട്രംപ് ആരെയൊക്കെ വരട്ടിയോ അവിടെ എല്ലാം ഇന്ത്യയായിട്ട് അങ്ങ് ചേർന്നു. എന്നിട്ട് സാങ്ഷൻ കൊണ്ടുവന്നിട്ട് പോലും പിന്നെ ഇവരുമായിട്ട് റഷ്യയായിട്ട് ഇന്ത്യ ഇപ്പോഴും അടുപ്പത്തിലാണ്. അപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ്, പെൻറ്റഗൺ, CIA അവർക്ക് നമ്മളോട് ഭയങ്കര ഒരു അസൂയയും വെറുപ്പും കോംപ്ലക്സും എല്ലാം നേരത്തെ അവരുടെ DNA ഉണ്ടത്. അത് എന്തുകൊണ്ടത് മാറുന്നില്ല എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അമേരിക്കൻ കോൺഗ്രസ് അംഗമൊക്കെ പറയുന്നത് ഇന്ത്യയിലെ ക്രിസ്ത്യാനിറ്റിക്ക് ഇത് വലിയ ഭീഷണിയാണ്, പിന്നെ ചർച്ചിന് വലിയ ഭീഷണിയാണ്, ഈ ചർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന സേവന പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കും, ഒരു തരത്തിലും ചാരിറ്റി ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അത് പിന്നെ ചർച്ച എന്ന് പറയുമ്പോൾ നമ്മളെ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ചർച്ച അല്ല അമേരിക്ക. ഇവിടെ നമ്മളെ ഇടയിലെ എല്ലാവരും വിചാരിച്ചിരിക്കണം അമേരിക്ക എന്ന് പറഞ്ഞാൽ ചർച്ച അല്ല. അമേരിക്ക ശരിക്കും അമേരിക്ക ഇവാഞ്ചലിക്കൽ ട്രംപ് തന്നെ മുട്ടൻ പെന്തക്കോസ് അല്ല, പെന്തക്കോസ് വേറെ, ഇവാഞ്ചലിക്കൽ ഇതാണ്. പിന്നെ മോർമൺ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചർച്ചസ് ഉണ്ട്. കാത്തലിക് മാത്രമല്ല, കാത്തലിക്കിനെതിരാണ്. കാത്തലിക് പിന്നെ പോപ്പ് അമേരിക്കക്കാരനാണ്. പക്ഷേ ഈ ഇറാന്റെ വിഷയത്തിൽ പോപ്പിനെ വരട്ടി പെന്റഗൺ. പോപ്പിന്റെ അംബാസഡറെ ട്രംപിന്റെ ഓഫീസ് വൈറ്റ് ഹൗസ് വിളിച്ച് വരുത്തി ഒരു 2 മാസം മുമ്പ് 3 months മുമ്പ് വരട്ടി. അപ്പോൾ കാത്തലിക് അല്ല. മുമ്പും ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ കുർബാന കൊടുക്കുന്ന കാര്യം ചിന്തിച്ചാൽ മതി, അമേരിക്കയുടെ ഭരണം ഞങ്ങൾ നടത്തിക്കൊള്ളാം. അപ്പോൾ അമേരിക്കയുടെ ഇൻട്രസ്റ്റ്, ട്രംപിന്റെ ഇൻട്രസ്റ്റ്, CIAയുടെ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ഭാരതം, അവരെ എങ്ങനെ തളർത്താം എന്നുള്ള. പക്ഷേ നിങ്ങൾ പറഞ്ഞത് കംപ്ലീറ്റ് തള്ളിക്കളയാൻ പറ്റില്ല, റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് ഈ ഇവിടെയുള്ള ഒരുപാട് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരുപാട് പൈസ വരുന്നുണ്ട് USA അമേരിക്കൻ US. അതിപ്പോൾ ട്രംപിന് ഇഷ്ടമുണ്ടോ ഇല്ലയോ, പക്ഷേ CIAയും പെന്റഗണും ഒക്കെ ആലോചിക്കണം എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുത്തത് വഴി ഇന്ത്യക്കകത്ത് ഫ്യൂച്ചറിസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ പറ്റുമോ? അത് നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള പല പെന്തക്കോസ്റ്റൽ ചർച്ചും പിന്നെ വേറെ പല ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പ്, ഇപ്പൊ പിന്നെ ഇടയ്ക്ക് എന്തോ ബിലീവേഴ്സ് ചർച്ചോ അങ്ങനെ, അതൊക്കെ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചാണ് ഇത്. പിന്നെ ഈ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ റീജിയനിലുള്ള അവിടെ 7 സിസ്റ്റേഴ്സ്, അവിടെയൊക്കെ ഈ ഇവാഞ്ചലിക്കൽ ടൈപ്പിലുള്ള ഒരുപാട്
ഗ്രൂപ്പുകളുണ്ട്. അത് ഇവരുടെ എല്ലാം പൈസ വരുന്നത് US എന്നാണ്, വേറെ ഒരിടത്തൊന്നും അല്ല. ഇവർക്കെല്ലാം പൈസ, ചിലപ്പം ചില പൈസ USA നിന്ന് ട്രാവൽ ചെയ്ത് ജർമ്മനിയിൽ പോയിട്ട് ജർമ്മനിയിൽ നിന്നായിരിക്കും വരണത്. അത് നമ്മളെ കളിപ്പിക്കാനാണ്. അത് ഈ 2010 ശേഷം അല്ല 14 ശേഷം വന്ന ഗവൺമെന്റാണ് ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് ആരും ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അപ്പൊ ഇവർക്കുള്ള ഫ്യൂച്ചറിസ്റ്റിക്. സാർ, ഇതിനെക്കുറിച്ച് ആദ്യം ഒരു നിയമം കൊണ്ടുവരുന്നത് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ കാലത്താണെന്ന് കേട്ടിട്ടുണ്ട്, ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷെ അമേരിക്ക ഉദ്ദേശിച്ചിട്ടല്ല. അത് അവര് അന്ന് ഇന്ദിരാഗാന്ധിക്ക് പ്ലസ് പോയിന്റ്സും ഉണ്ട്. ഇന്ദിരാഗാന്ധി അന്ന് പാട്രിയോട്ടിസത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് അനുകൂലമായിട്ട് ചെയ്തത് ആയിരിക്കണം. ഞാനത് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടില്ല. പക്ഷെ ഇതല്ല, പിന്നീട് അതിനുശേഷം കോൺഗ്രസ് കൊണ്ടുവന്ന നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരാനാണ് BJP സർക്കാർ അതിന്റെ ചുവട് പിടിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആർക്ക് പൈസ വരുന്നു പോകുന്നു എന്നുള്ളത് നമുക്കറിയണ്ട. നമ്മുടെ രാജ്യത്ത് USA പൈസ അയച്ചു കൊടുത്ത അവരെ ബാങ്ക് കൺട്രോൾ ചെയ്യുന്നു, അയക്കുന്നവന്റെ ജാതകം അല്ല. അപ്പൊ അതേപോലെ നമ്മൾ അത് ചെയ്തതോടെ പീറ്റർ ഹെക്സെറ്റ് ഫോറിൻ സെക്രട്ടറി, അത് അവരുടെ ഭാഗത്ത് വന്ന ഒരു മിസ്റ്റേക്കാണ്, USA ഭാഗത്ത് വന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. അതായത് അയാൾ ഇവിടെ 2 മാസം മുമ്പ് വന്നപ്പോൾ നേരെ കൽക്കട്ട പോയി. അതൊരിക്കലും പോകാൻ പാടില്ല. മറ്റേ ആ ചർച്ച്, മറ്റേ മദർ തെരേസയുടെ ചർച്ച്, മിഷണറി ആ കോൺഗ്രിഗേഷൻ അവർക്ക് കാണണമെങ്കിൽ ഇവിടെ വന്ന് കാണണം, ഡൽഹിയിൽ വന്ന് കാണണം. എപ്പോഴും ക്യാപിറ്റലിലാണ്, നമ്മൾ വാഷിങ്ടണിലാണ് പോണത് സാധാരണ. അല്ല, നേരെ നമ്മൾ ലോസ് ഏഞ്ചൽസിൽ പോയി മറ്റേ അവിടുത്തെ ഹോളിവുഡ് നടിയെ അല്ലെങ്കിൽ നടനെ കെട്ടിപ്പിടിച്ചിട്ടാണോ പിന്നെ വാഷിങ്ടണിൽ പോണത്? അപ്പൊ അതേപോലെ അവര് ഇവിടെ വന്നപ്പോ അയാൾ അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ, അത് മനഃപൂർവ്വമാണ്, അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടൊന്നുമല്ല, മണ്ടത്തരമൊന്നും പറയില്ല. അതൊക്കെ ഇന്ത്യക്കുള്ള മെസ്സേജ് കാൽക്കുലേറ്റഡ് ആണ്. നമ്മുടെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന് അത് അവർക്കറിയാം നേരത്തെ വരുമെന്ന്. അതിനുള്ള ഒരു മെസ്സേജാണ്. ഞങ്ങൾക്ക് അത്ര താല്പര്യമില്ല, ഞങ്ങൾക്ക് താല്പര്യമുള്ള ആളുകളാണ്, കളിക്കരുത് എന്നുള്ള മെസ്സേജ് പീറ്റർ ഹെക്സെറ്റ് കൊടുത്താണ്. അത് ഈ വാൻസും ഒക്കെ ഇതിന്റെ ആളുകളാണ്. വാൻസ് കാത്തലിക്കാണ്, ഭയങ്കര മുട്ടൻ കാത്തലിക്കാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷയെ കൺവെർട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അട്ടാസം പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണെന്ന് പറയും, അല്ല എന്ന് പറയും. അപ്പൊ ട്രംപ് മാത്രമേ ഉള്ളൂ ഇവാൻ ചെയ്യുമ്പോൾ. ട്രംപിന് പിന്നെ മതമല്ല, അങ്ങനത്തെ ബിസിനസ്സാണ്. അപ്പം ഇതിൻ്റെ എല്ലാം ഭാഗമാണ് ഇന്ത്യയെ തളർത്താനുള്ള ഒന്നാണ് ഈ ഇതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ. അത് പോയാൽ പിന്നെ തീർന്ന് അവരുടെ കട പൂട്ടി പോകും. രണ്ടാമത് പാറ്റ ഇളക്കി വിടുന്നത്. ഈ പാറ്റ പിള്ളേരെ ആ ഐഡിയ, അത് പക്ഷെ നമ്മുടെ ഇൻ്റലിജൻസ് ഫെയിലിയർ ഉണ്ട്, പറയാൻ നിവർത്തിയില്ല. എന്തുകൊണ്ടും നമ്മുടെ ഇൻ്റലിജൻസ് അലർട്ടായില്ല, അത് നേരത്തെ അറിയിച്ചില്ല. അത് മുഴച്ചെന്ന് നിൽക്കും, അത് പറഞ്ഞേ പറ്റുള്ളൂ. ഇന്ത്യക്ക് ഭാരതത്തിന് ഈ സമരത്തിൽ ഒരു അക്രമം നടക്കുമെന്ന് 2014 മുമ്പ് നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ്, ഇന്റലിജൻസ് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് പരാജയമാണ് ഇന്ത്യക്ക്. ആകെ പറയാനുള്ള 99 വാറും 71, അത് വാറിന് ശേഷമാണ്. പക്ഷെ അതിന് മുന്നേ 99 വാറിൽ പോലും അവിടെ എന്താ നടക്കണമെന്ന് നമുക്ക് അവർ നുഴഞ്ഞു കയറിയപ്പോൾ നമ്മൾ അറിഞ്ഞില്ല. അവസാനം ഷെപ്പേർഡ്സ് വന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ ആദ്യം വിശ്വസിച്ചില്ല ആർമിയെന്ന്. അപ്പോൾ 1962 തൊട്ട് നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ട്. പിന്നെ അത് വളരെ ഭേദപ്പെട്ട രീതിയിൽ ഒരു മികച്ച പ്രകടനം ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാഴ്ചവെക്കുന്ന 14 ശേഷം വന്ന ഗവൺമെൻറ്റിന് ശേഷമാണ്. എന്നാലും ഇത് ഈ പാറ്റയുടേത് നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് നുഴഞ്ഞു കയറണത്. പിന്നെ ഇത് ഇവന്മാർ ഇത് പ്ലാൻ ചെയ്യുന്നെന്ന് പോലും നമ്മൾ അറിഞ്ഞില്ല. നേപ്പാളിലുണ്ട്, മറ്റപ്പുറത്ത് ബംഗ്ലാദേശിലുണ്ട്. എന്നിട്ട് പോലും ഇപ്പോൾ ഒന്നും അറിഞ്ഞിടാത്ത ഞാൻ പോലും ആലോചിച്ചു, ഇവിടെ ഇവന്മാർ ഇങ്ങനെ അതേപോലെ തന്നെ ഉണ്ടാക്കി. അപ്പം നമ്മുടെ ഫെയിലിയർ ഉണ്ട്. ഇപ്പം എല്ലാം ഭരണകർത്താക്കൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഈ 150 ബില്യൺ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും നേരിട്ട് 5-10 പേർക്ക് പറ്റില്ല. അതിനാണ് ഈ ഇൻ്റലിജൻസ് ഏജൻസിയും മറ്റവരും ഒക്കെ വെച്ചിരിക്കുന്നത്, ജോയിന്റ് ഇൻ്റലിജൻസ് കമ്മിറ്റിയൊക്കെ. അവർ ഫെയിലായി. അപ്പോൾ ഈ പാറ്റയൊക്കെ ഇളക്കി വിട്ട് അവർ ഇതിനെ അട്ടിമറിക്കാൻ നോക്കി. അത് ഇത് ഈ പെൻറ്റഗൺ, അല്ല മറ്റേ ഇവര് പാകിസ്ഥാന്റെ ISI എല്ലാം ഇതിനകത്തുണ്ട്. ISI പതുക്കെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് പോയി. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാലും ISI എന്ന് പറയും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പഞ്ചാബ് പോലീസ് ഒരു ISI മോഡ്യൂളിന് ഈ പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട് പൊക്കിയിട്ടുണ്ട്. 9 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലേറ്റായി, ഉണർന്നപ്പോഴേക്കും ലേറ്റായി. അതിന് ശേഷമാണ് ഇതൊക്കെ പിടിച്ചത്. ഇതൊക്കെ നേരത്തെ പിടിക്കേണ്ടതായിരുന്നു, നേരത്തെ അലർട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് ചെയ്തില്ല.
അപ്പോൾ ഈ പാർട്ടികളും എല്ലാം ഈ ഈ ഈ ഈ ബിൽ 3 ബില്ല് വരുന്നുണ്ട്. ഒന്ന് FCRA അതപ്പോൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ വൺ ഇലക്ഷൻ, വൺ നേഷൻ വൺ ഇലക്ഷൻ 2029. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, നമ്മുടെ UCC ആണ് സർ. അതെ, യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡ്. ഈ 3ഉം വന്നു കഴിഞ്ഞാൽ സർ, ഈ യൂണിഫോം സിവിൽ കോഡ് വരുന്നു എന്ന് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇത് എപ്പോഴത്തേക്ക് വരാൻ സാധ്യത? ഈ 2 എണ്ണം വരും. ഈ അത് കഴിഞ്ഞ ഉടനെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ വിന്റർ ഇതിനകത്ത് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിന്റർ സെഷനിൽ വരാനുള്ള ഇത് രണ്ടും വന്നു കഴിഞ്ഞിട്ട് ഉടനെ അത് വരും. 2029 മുന്നേ ഇതെല്ലാം പാസ്സാക്കും. 29 അല്ല സാർ, ഇപ്പൊ വൺ നേഷൻ വൺ ഇലക്ഷൻ വരണമെങ്കിൽ അതിനു മുമ്പ് മണ്ഡല പുനർനിർണയം അതല്ലേ ചെയ്യുന്നു. അതിപ്പോ ഉടനെ റീസെന്റ് ആയിട്ട് തന്നെ നടക്കും. സ്റ്റേജ് ബൈ സ്റ്റേജ്, പതുക്കെ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവർ ചെയ്യും, പതുക്കെ. അപ്പൊ ഈ വേറൊരു കാര്യം ആലോചിക്കണം, നമ്മളെ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ എപ്പിസോഡ് ഇതൊന്നും ഈ പെന്റഗണൊക്കെ ഇതൊക്കെ 1 വർഷം മുമ്പേ മനസ്സിലാക്കി ഇവരിതൊക്കെ ചെയ്യാൻ പോണെന്ന്. അതുകൊണ്ടാണ് പീറ്റർ അവര് വളരെ മുന്നിലാണ്. അതല്ലേ അവര് ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളിലും. അവര് ആസൂത്രണം ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാം ആരും അറിയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും ഉള്ളൊരു വെല്ലുവിളിയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ അവർക്ക് FCRAയും UCCയും ഈ പറയുന്നത് പോലെ വൺ നേഷൻ വൺ ഇലക്ഷനും ഈ ഡിലിമിറ്റേഷനും ഒക്കെ അവരുടെ താല്പര്യം അനുസരിച്ചാണെങ്കിൽ ഓക്കെ. അത് ഞാൻ അവരെ കുറ്റം പറയില്ല. അവരുടെ അമേരിക്കക്കാരെന്നുള്ള അവർക്ക് അവരുടെ അതെ ശരിയാണ് എന്ന് പറഞ്ഞാൽ അവരെ അമേരിക്ക ഫസ്റ്റ് ആണല്ലോ. ലോക പോലീസ് എന്നുള്ള ആ കൺസെപ്റ്റിനെ അഗൻസ്റ്റ് ആയിട്ട് ആര് മൂവ് ചെയ്താലും വെല്ലുവിളി ഉയർത്താൻ കൽപ്പുള്ള ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. സാർ, അപ്പോൾ ഒരു ചോദ്യം കൂടെ ചോദിച്ച് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ ഇന്ത്യ ഇപ്പോൾ അമേരിക്ക ഒരു വൻ ശക്തിയാണ്. അവർക്ക് ലോകം മുഴുവനും അങ്ങ് പറഞ്ഞതുപോലെ 800-ലധികം മിലിറ്ററി ബേസുകളൊക്കെ ഉണ്ട്. ലോകത്തിൻ്റെ കച്ചവടം അവരുടെ കയ്യിലാണ്, അവരാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ ഇറാൻ വാർ മറ്റേ അതൊക്കെ കഴിഞ്ഞ ശേഷം ഓയിലിൻ്റെ കംപ്ലീറ്റ് ട്രംപ് ഒരുപാട് പൈസ ഉണ്ടാക്കി. അങ്ങനെ മാത്രമല്ല, അങ്ങനെ അവർക്ക് വേണ്ടി വെനിസ്വേല കയ്യിലായി ഏറ്റവും വലിയ ഡെപ്പോസിറ്റിൽ. അപ്പൊ ഭയങ്കരമായിട്ട് അവർക്ക് ലാഭം കിട്ടി. പക്ഷെ ലാഭം ഈ ഇറാന്റെ ഓയിലും കൂടെ പിടിച്ചെടുക്കാനാണ് അവർ നോക്കണത്. ഇസ്രായേൽ പറഞ്ഞ എന്നെ കത്തിച്ചുകളാം, അത് ട്രംപിന് ഇഷ്ടമല്ല. ഇസ്രായേലിന് സുരക്ഷയാണ്. അപ്പൊ അതും കൂടെ പിടിക്കണം. ഓൾമോസ്റ്റ് ട്രംപ് ജയിച്ചു കഴിഞ്ഞു. പക്ഷെ ട്രംപ് തോറ്റത് ഇവിടെയാണ്, ഇറാന്റെ അടുത്ത്. അല്ല, ഇറാന്റെ അടുത്തല്ല, ഇന്ത്യയുടെ അടുത്ത് മാത്രം. ഇറാന്റെ അടുത്ത് തോറ്റെന്ന് ഞാൻ പറയില്ല സാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വൻ ശക്തിയുടെ അടുത്ത് ഇപ്പോൾ നമ്മൾ ഇതുവരെ തലകുനിക്കുകയോ മുടക്കുകയോ ചെയ്തിട്ടില്ല. ഇതിനി മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം? അതുകൂടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച. അല്ല, അതിൻ്റെ പ്രത്യാഘാതം ഒന്നുമില്ല. കാര്യം ഇവിടെ ഒരു സ്ട്രോങ് ഗവൺമെൻറ്, ഇതേപോലെയുള്ള ഗവൺമെൻറ് ഉള്ള ഒരു പിത്തലാട്ടവും നടക്കില്ല, പരിപാടി നടക്കില്ല. നമ്മൾ അടിച്ചു നിൽക്കും. അടിച്ചു നിൽക്കേണ്ട കാര്യമില്ല, നമ്മളെ ഒന്നും പറയില്ലല്ലോ. ഈ കരിങ്കല്ല് കാറ്റടിച്ച പോലെയല്ലേ നമ്മളിവിടുത്തെ നരേന്ദ്രമോദി അവർ നിൽക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ട് ട്രംപ് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ വരട്ടുമല്ലോ. ഇറാൻ തിരിച്ചു വല്ലതും പറയും, നമ്മളൊന്നും പറയില്ല. മോദി ഒരക്ഷരം പറയില്ല. ചെയ്യാനുള്ള അങ്ങ് ചെയ്യും. പക്ഷേ ഇവിടെ പ്രതിപക്ഷമൊക്കെ പറയുന്നത് പിന്നെ വേറൊരു വലിയൊരു കുഴപ്പം ഉണ്ട്. USA ആയിട്ട് ട്രേഡ് പാക്ട് ഒപ്പിടാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവർക്കൊരു വളരെ പ്രധാനപ്പെട്ട ട്രേഡ് പാക്ട് ഒപ്പിടുന്നതിന് മുന്നേ നമ്മളെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ നേരിടുക. അത് നമ്മൾ ഈൽഡ് ചെയ്യുന്നില്ല. പക്ഷേ സാർ, ഇവിടുത്തെ പ്രതിപക്ഷമൊക്കെ പറയുന്നത് മോദിയും ഗവൺമെന്റും ഒക്കെ അമേരിക്കയെ പേടിച്ച് നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷേ അല്ല, പ്രതിപക്ഷം എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാനില്ല. അല്ല, അത് പൊളിറ്റിക്സ് ആണ്. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ രാജ്യസ്നേഹി ട്രൂ ബ്ലൂ പാട്രിയോട്ട് എന്നുള്ള നിലയിൽ നമ്മൾ പറഞ്ഞതാണ് കറക്റ്റ് കാര്യങ്ങൾ. നമ്മൾ അത് മാത്രം നോക്കിയാൽ പ്രതിപക്ഷം എന്ത് പറയുന്നു, പ്രതിപക്ഷത്തിന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാം. പ്രതിപക്ഷത്തിന് നമ്മളെ ചെറിയ വീഴ്ചകളൊക്കെ, ഇന്റലിജൻസ് വീഴ്ചകളൊക്കെ സംഭവിച്ചാൽ പോലും നമ്മൾ ഈ നമ്മുടെ നിലപാടിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അതിശക്തമായി മുന്നോട്ട് പോകും. FCRA പാസ്സാക്കും, അതുപോലെ നമ്മൾ വൺ നേഷൻ വൺ ഇലക്ഷൻ, ഡീലിമിറ്റേഷൻ ഇതൊക്കെ പാസ്സാക്കും, വനിതാ സംവരണം നടപ്പാകും. അതുപോലെ തന്നെ ഏതാണ്ട് ഈ വർഷം തന്നെ UCC യൂണിഫോം സിവിൽ കോഡും നമ്മുടെ പാർലമെൻറ്റിലേക്ക് ബില്ലായിട്ട് കടന്നു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.